ഇപ്പൊ ഗോൾഡി ആ മാപ്പ് നഷ്ടപ്പെട്ടു പോയതിന്റെ ദേഷ്യമെല്ലാം ആ കരടികളോടാണ് തീർക്കുന്നത്. എനിക്ക് ഈ കാര്യം മനസ്സിലാവുന്നില്ല. നമ്മൾ സന്തോഷത്തോടായിരുന്നു ജീവിച്ചത്. പിന്നെ എന്തിനാ നീ ഡാർക്ക് ഫോറസ്റ്റ് വന്നത്? നിനക്ക് എന്താ വേണ്ട ശരിക്കും? എനിക്ക് എന്റെ സ്വന്തം കുടുംബം വേണം. അതിന് ഇവിടെ വന്നേ. ഇത്രയും നാളും ഞങ്ങളുടെ അടുത്തുനിന്ന് പോകാൻ വേണ്ടിയായിരുന്നല്ലേ നീ ശ്രമിച്ചുകൊണ്ടിരുന്നത്? എനിക്ക് എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല. കാരണം ഞാൻ ഒരു മനുഷ്യനാണ്, നിങ്ങൾ കരടികളും. നീ ഞങ്ങളെ ഒരു കുടുംബമായിട്ടാണോ അതോ കരടികളായിട്ടാണോ കാണുന്നത് എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. പക്ഷെ നിനക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും നിന്റെ കൂടെ നിൽക്കും. ഈ സമയം ജാക്കും പുസിനെ ഫോളോ ചെയ്ത് അങ്ങോട്ട് വരുന്നു. പുസാണെങ്കിൽ അവന്റെ ആഗ്രഹം ആ നക്ഷത്രത്തിനോട് പറയാൻ വേണ്ടി വന്നതും കിറ്റി അവിടെ വന്നിട്ട് നീ വീണ്ടും എന്നെ ചതിച്ചല്ലേ, നിന്നെയൊക്കെ വിശ്വസിച്ചല്ലോ, എന്നെ പറഞ്ഞാൽ മതി. കിറ്റി അങ്ങനെയല്ല, എനിക്കിത് ആവശ്യമുണ്ട്. ജീവിതകാലം മുഴുവൻ വിശ്വസിക്കാൻ പറ്റിയ ഒരു പാർട്ണർ വേണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. മാറിയ നിന്നെ കണ്ടതും അങ്ങനെ ഒരാളെ കിട്ടിയെന്ന് ഞാൻ വിശ്വസിച്ചു. എന്നാൽ നീയാണെങ്കിലോ ഇപ്പോഴും മാറിയിട്ടില്ല. നീ ആ പഴയ പുസിൻ ബൂട്ട്സ് തന്നെ. കിറ്റി അങ്ങനെയല്ല, ഞാൻ മാറി. ഞാൻ പഴയ പുസിൻ ബൂട്ട്സ് അല്ല. എന്റെ തീർന്നുപോയ ആ ലൈഫ് അത് തിരിച്ചു പിടിക്കാനാണ് ഞാൻ വന്നത്. ഇല്ലെങ്കിൽ ലെജൻഡ് ആകാൻ കഴിയില്ലല്ലേ. ഇത് നീ തന്നെ വെച്ചു. കിറ്റി, നീ എന്നൊന്ന് മനസ്സിലാക്ക്. മരണവനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പുസ് പറഞ്ഞതും ജാക്കും കരടി ഫാമിലിയും അവിടേക്ക് വരുന്നു. അങ്ങനെ ആ 3 പേരും കൂടിയിട്ട് ആ മാപ്പിന് വേണ്ടി അടികൂടുന്നു. അങ്ങനെ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കരടിക്കൂട്ടത്തിൽ ഒരാൾ അപകടത്തിലാവുന്നു. ഇതേ സമയത്ത് തന്നെയാണ് ഗോൾഡിക്ക് ആ മാപ്പ് ലഭിക്കുന്നത്. എന്നാൽ ഗോൾഡി ആണെങ്കിൽ ആ മാപ്പ് വേണ്ടെന്ന് വെച്ച് അവളുടെ കരടി സഹോദരനെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നു. കിറ്റി ജാക്കിനെ അവൻ കൊണ്ടുവന്ന ആ ബാഗിലേക്ക് തന്നെ തള്ളിയിടുന്നു. എന്നിട്ട് മാപ്പ് എടുത്ത് പുസിന്റെ കൈ കൊടുക്കുന്നു. പുസ് നന്ദി പറഞ്ഞ് ആ മാപ്പിനിട്ട് നോക്കിയതും അതേ സമയത്ത് തന്നെ ആ ചെന്നായ അങ്ങോട്ട് വരുന്നു. ഇതിന്റെ ഫുൾ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.